നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. നോഹയുടെ കാലത്ത് സംഭവിച്ചത്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 38-39 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളും അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആകും. കർത്താവായ യേശുക്രിസ്തു തൻ്റെ വീണ്ടും വരവിൻ്റെ ആ കാലഘട്ടത്തിൻ്റെ അടയാളം ആയിട്ട് തിരഞ്ഞെടുത്തത് നോഹയുടെ കാലത്തെയാണ്. നോഹയുടെ കാലത്തെ കുറിച്ച് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത് മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങൾ ദോഷമുള്ളതെന്നും യഹോവ കണ്ടു. ഭൂമി വഷളായി അകൃത്യം കൊണ്ട് നിറഞ്ഞു. അതുകൊണ്ട് മനുഷ്യരോടുകൂടെ ഭൂമിയെ നശിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു എന്നാണ്. എന്നാൽ ഇവിടെ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നോഹയുടെ കാലത്തെ ജനത്തിൻ്റെ സംസ്കാരം എഴുതിയിട്ടുള്ളത് അവർ പെട്ടകത്തിൽ കയറിയ നാൾ വരെ മനുഷ്യർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരും നീക്കിക്കളയുവോളും അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. തികച്ചും ഭൗതികമായ കാര്യം മാത്രം അവർ ശ്രദ്ധിച്ചു. ഭൗതിക സുഖങ്ങളിൽ മാത്രം അവര് കണ്ണു നട്ടു. ദൈവത്തെ ഓർത്തില്ല. ഭൗതികവാദം. വാസ്തവം പറഞ്ഞാൽ ഈ കാലത്തെ സംസ്കാരവും അതാണ്. ഇക്കാലത്തുള്ള ബഹുഭൂരിപക്ഷം ആളുകളും നിരീശ്വരവാദികളും ഭൗതികവാദികളുമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ആളുകളുടെയൊക്കെ പേരുകൾ ക്രിസ്തീയ പേരുകളാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർക്കൊക്കെ ഇട്ട മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ അങ്ങനെയൊക്കെയുള്ള പേരുകളാണ്. പക്ഷേ അവരോട് ചോദിച്ചാൽ ദൈവമുണ്ടോ? അവർ പറയും ഇല്ല. ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. അവർ ബൈബിൾ വായിക്കാറില്ല. അവര് ആരാധന സ്ഥലങ്ങളിൽ പോകാറില്ല. അവര് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു പോലുമില്ല. അതിൻ്റെ കാരണം ദൈവത്തെ അവർക്ക് ആവശ്യമില്ല. അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, ശമ്പളമുണ്ട്, ആരോഗ്യമുണ്ട്, ഭാര്യയ്ക്ക് ഭാര്യയുണ്ട്, അല്ലെങ്കിൽ അല്ലാത്ത നിലയിൽ അവർക്ക് ജീവിക്കാൻ പറ്റും, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, മക്കളുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആവശ്യം അവർക്കില്ല. അവർക്ക് വിശ്വസിക്കുന്നത് കാര്യപ്രാപ്തി ഇല്ലാത്ത ആളുകളുടെ ഒരു ബലഹീനതയാണ്, അവരുടെ സങ്കല്പം മാത്രമാണ് ദൈവം എന്നാണ്. നോഹയുടെ കാലത്തെ ആളുകൾ അവര് തിന്നും കുടിച്ചും, തീർച്ചയായിട്ടും അക്കാലത്ത് മദ്യപാനം ഉണ്ടായിരുന്നു എന്നുള്ളതിന് പിന്നീട് തെളിവുകൾ നമുക്കുണ്ട്. അപ്പോൾ ഈ തിന്നും കുടിച്ചും എന്ന് പറയുന്നത് കേവലം ആഹാരത്തിൻ്റെ കാര്യം മാത്രമല്ല, മദ്യത്തിൻ്റെ കാര്യം കൂടെയാണ്. വിവാഹം കഴിച്ചും വിവാഹത്തിനും കൊടുത്തും പോന്നു എന്ന് പറയുന്നത് ദൈവത്തെ കൂടാതുള്ള വിവാഹത്തിൻ്റെ കാര്യമാണ്. ദൈവമാണ് ഏദൻ തോട്ടത്തിൽ വിവാഹം മനുഷ്യന് സ്ഥാപിച്ചത്. ദൈവം തന്നെ ആശ്രയിക്കുന്ന, സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന ആളുകൾക്ക് ജീവിത പങ്കാളിയെ നിയമിച്ച് കരുതി കൊടുക്കും. പക്ഷേ ഇവിടെ ദൈവം കൊടുത്തുവെന്നല്ല. പ്രതിപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് സൗന്ദര്യം നോക്കി ഓരോരുത്തൻ ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തുവെന്നാണ്. ദൈവം ഏദൻ തോട്ടത്തിൽ ഒരു പുരുഷൻ ഒരു ഭാര്യ, ഏകഭാര്യത്വ കുടുംബ വ്യവസ്ഥയാണ് സ്ഥാപിച്ചത്, മോണോഗമി. പക്ഷേ ബോധിച്ചവരെയൊക്കെ ഭാര്യമാരായിട്ടെടുത്തു എന്നാണ് ഉൽപ്പത്തിയിൽ വായിക്കുന്നത്. അപ്പോൾ ബഹുഭാര്യത്വം ആയാൽ തന്നെ ആ വീട്ടിൽ ധാരാളം വഴക്കിന് കാരണമുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഭൂമി വഷളത്വം കൊണ്ട് നിറഞ്ഞു. നോഹയോട് ദൈവം പറഞ്ഞു, ഞാൻ ഈ തലമുറയിൽ നിന്നെ നീതിമാനായി കണ്ടിരിക്കുന്നു. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നതെങ്കിലും ദൈവത്തിൻ്റെ പ്രീതി ലഭിച്ചു എന്നാണ് ശരി.
ഹി ഫൗണ്ട് ഫേവർ ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പ്രീതിയാണ് അവനുണ്ടായത്. പ്രീതി ഉണ്ടാകാൻ കാരണം നോഹ കല്യാണം കഴിച്ചത് ആരാധനയുള്ള ഒരു സ്ത്രീയായിരുന്നു. നോഹയുടെ ആൺമക്കളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതും ആരാധനയുള്ള പെൺകുട്ടികളെ കൊണ്ടാണ്. അതായിരുന്നു ദൈവത്തിന് പ്രീതി തോന്നാൻ കാരണം. ദൈവം പറഞ്ഞു, ഞാൻ ഈ തലമുറയെ ന്യായം പോകുന്നു, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. ഹാനോക്കിൻ്റെ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ഹാനോക്കിനോട് ദൈവം പറഞ്ഞു, നിന്റെ കുട്ടിക്ക് അവൻ മരിക്കുമ്പോൾ ന്യായവിധി ഉണ്ടാകും എന്ന് പേരിടണമെന്ന്. എന്തുകൊണ്ട് അവരെ ഇക്കാര്യം അറിയിച്ചു? ആ ന്യായവിധിയുടെ കാര്യം അവർ ലോകത്തോട് പ്രസംഗിക്കണം. ഹാനോക്ക് പ്രസംഗിക്കാൻ തുടങ്ങി, എൻ്റെ കുട്ടി മരിക്കുമ്പോൾ ലോകം നശിക്കും, നിങ്ങൾ മാനസാന്തരപ്പെടണം. പക്ഷെ ആളുകൾ മാനസാന്തരപ്പെട്ടില്ല. നോഹയുടെ ദൈവം പറഞ്ഞു, നീ പെട്ടകം ഒരുക്കണം, ഞാൻ ജലപ്പടത്താൻ നശിപ്പിക്കും. ഈ കാര്യം അറിഞ്ഞ നോഹ പ്രസംഗിക്കാൻ തുടങ്ങി. നീതിപ്രസംഗി എന്നാണ് നോഹയെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. നോഹ എത്ര വർഷം പ്രസംഗിച്ച് കാണും? നോഹ 10-25 വർഷം പ്രസംഗിച്ച് കാണുമെന്നാണ് കരുതാൻ ന്യായം. കാരണം നോഹയുടെ 3 മക്കളുടെ വിവാഹം കഴിഞ്ഞിട്ടാണ് ദൈവം പറയുന്നത്, ഞാൻ ജലപ്രളയം വരുത്താൻ പോകുന്നു, നീ നിന്റെ ഭാര്യയും പുത്രന്മാരും ഭാര്യമാരും പെട്ടകത്തിൽ കയറണം. അക്കാലത്തെ വിവാഹപ്രായം എന്നുള്ളത് ഒരു 65 വയസ്സാണ് ഏറ്റവും കുറഞ്ഞത്. കാരണം ഹാനോക്കിന് 65-ാമത്തെ വയസ്സിലാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത്. അതാണ് അക്കാലത്തെ ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായം. അങ്ങനെയാണെങ്കിൽ നോഹയ്ക്ക് 500 വയസ്സ് കഴിഞ്ഞിട്ടാണ് കുട്ടികളൊക്കെ ഉണ്ടാകുന്നത്. നോഹ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങുന്ന ആ സമയത്ത് മൂത്ത മകൻ്റെ പ്രായം ഉൽപ്പത്തി പുസ്തകം 11:10 എഴുതിയിട്ടുണ്ട്, അത് 97 വയസ്സാണ്. 3 പേരുടെയും വിവാഹപ്രായം കഴിഞ്ഞിട്ട്, അതായത് നോഹയ്ക്ക് ഒരു 570-575 വയസ്സൊക്കെ ഉള്ള ആ കാലത്താണ് കുട്ടികളുടെ വിവാഹം കഴിയുന്നത്. അതിനുശേഷം 10-25 വർഷം ഈ ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് 600 വയസ്സായിരുന്നു. അപ്പോൾ ഒരു 25 വർഷം എടുത്തു കാണും. പ്രിയപ്പെട്ടവരെ, നോഹ പെട്ടകം പണിയുക മാത്രമല്ല, ആ പണിയോടുകൂടെ പ്രസംഗിക്കുകയും ചെയ്തു. പക്ഷേ ജലപ്രളയം വന്ന, അല്ലെങ്കിൽ മഴ പെയ്ത, അതുവരെ മഴ പെയ്തിട്ടില്ല, അന്ന് വരെ മനുഷ്യർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ഇതൊന്നും സംഭവിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. ഈ കാലത്തും ആളുകൾ അങ്ങനെയാണ്. അങ്ങനെ ദൈവം ന്യായമൊന്നും വിധിക്കുകയില്ല, അങ്ങനെ ദൈവം മനുഷ്യനെ ശിക്ഷിക്കുകയില്ല, ദൈവം സ്നേഹമുള്ളവനല്ലേ. ചെല്ലു പറഞ്ഞ ദൈവം ഇല്ല, അതുകൊണ്ട് ഈ ലോകം ഇങ്ങനെ തന്നെ നിലനിൽക്കും. ഇതൊക്കെയാണ് ആളുകൾ പറയുന്നത്. നോഹയുടെ കാലത്തെ പോലൊരു കാലത്ത് നാം വന്നെത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് യേശു വരികയും ഈ ലോകത്തെ യേശു ന്യായം വിധിക്കുകയും ചെയ്യും. യേശു ഒന്നാമത് വന്നത് ലോകത്തെ രക്ഷിക്കാൻ, കുരിശിൽ യാഗമാകാനാണ്. യേശു യാഗമായി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ജീവിച്ചിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്തപ്പോൾ പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും വരും. യേശു വീണ്ടും വരുന്നത് തന്നിൽ വിശ്വസിക്കാത്ത, സുവിശേഷം കേട്ട് ദൈവത്തെ അംഗീകരിക്കാത്ത ആളുകളെ ശിക്ഷിക്കുവാനും സുവിശേഷം കേട്ട് വിശ്വസിച്ച ആളുകൾക്ക് ദൈവരാജ്യം നൽകാനുമാണ്. അതുകൊണ്ട് യേശുവിനെ കൈക്കൊണ്ട് ഈ പെട്ടകത്തിൽ കയറി ജീവരക്ഷ പ്രാപിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ബുദ്ധി നൽകട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.